ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ ത്രില്ലിൻ സീരിയൽ. ഞാൻ ഇന്നിവിടെ കുടുംബോളക്ക് സീരിയലിലെ 28 നവംബർ 2020 എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. കുടുംബോളക്ക് സീരിയലിലെ റിവ്യൂ പതിവായി ലഭിക്കുന്നതിന് വേണ്ടി ത്രില്ലിൻ സീരിയൽ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യുന്നത് സരസ്വതിയമ്മ ശരണ്യയോട് ഫോണിൽ സംസാരിക്കുന്നതാണ്. ശ്രീകുമാർ സുമിത്രയുടെ കാര്യത്തിൽ ഇറങ്ങാൻ നീ സമ്മതിക്കരുത്. അങ്ങനെ ഇപ്പോൾ സുമിത്ര ആളാവണ്ട. ശരണ്യ: അമ്മ, ഞാൻ പറഞ്ഞാലൊന്നും ശ്രീ കേൾക്കില്ല. സരസ്വതിയമ്മ: നീ പറഞ്ഞാൽ അവൻ കേൾക്കണം, അല്ലെങ്കിൽ സുമിത്രയുടെ അവസ്ഥയാകും നിനക്കും അറിയാലോ. ഓഫീസിൽ പോലും പോകാതെ അവൻ എന്തിനാ സുമിത്രയുടെ കാര്യത്തിനായി ഓടി നടക്കുന്നത്? ഞാൻ പറയാനുള്ളത് പറഞ്ഞു, ഇനിയെല്ലാം നിന്റെ മിടുക്കുപോലിരിക്കും. ഇങ്ങനെ പറഞ്ഞ് സരസ്വതിയമ്മ ഫോൺ കട്ട് ചെയ്യുന്നു. ഇതേസമയം ശ്രീ മറ്റാരോടോ ഫോണിൽ സംസാരിക്കുന്നു. ഇപ്പൊ വരാം, ഓഫീസിൽ ഉച്ചയ്ക്ക് ശേഷം പോകാം. ഇപ്പൊ അതല്ലല്ലോ, ഇതല്ലേ അത്യാവശ്യം. ശരണ്യ ശ്രീയോടായിട്ട്: ശ്രീ നേരെ ഓഫീസിലേക്കല്ലേ പോകുന്നത്? ശ്രീ: അല്ല, എന്തേ ശരണ്യ? ശരണ്യ: ശ്രീ ഓഫീസിൽ പോലും പോകാതെ എന്തിനാ സുമിത്രേച്ചിയുടെ കാര്യത്തിനായിട്ട് ഇങ്ങനെ ഓടി നടക്കുന്നത്? അതിന്റെ ആവശ്യമുണ്ടോ? ശ്രീ: ഞാൻ ഓഫീസിൽ പോകാത്തത് സുമിത്രേച്ചിയുടെ കാര്യത്തിനായി പോകാനാണെന്ന് നിന്നോട് ആരാ പറഞ്ഞേ? പിന്നെ എവിടെയാ ശ്രീ പോണത്? ശ്രീ: എൻ്റെ കൊളീഗിൻ്റെ ഫാമിലി ഹോസ്പിറ്റലിലാണ്, അവിടെ പോകാനാണ്. നിന്നോടാരാ ഞാൻ സുമിത്രേച്ചിയുടെ കടയുടെ കാര്യത്തിന് പോകുന്നെന്ന് പറഞ്ഞത്? നിന്റെ അമ്മയായിരിക്കും ഇങ്ങനെയുള്ള ഉപദേശങ്ങളൊക്കെ നിന്നെ വിളിച്ചറിയിക്കുന്നത്. അടുത്ത ഭാഗം സിദ്ധാർത്ഥ ഓഫീസിലിരിക്കുമ്പോൾ വേദിക സിദ്ധാർത്ഥിൻ്റെ അടുത്തേക്ക് വരുന്നു. വേദിക: സിദ്ധു എന്തിനാ എന്നെ വിളിപ്പിച്ചത്? സിദ്ധാർത്ഥ്: സമ്പത്ത് വിളിച്ചിരുന്നു, അയാൾക്ക് പെട്ടെന്ന് റിപ്ലൈ കൊടുക്കണമെന്ന് പറഞ്ഞു. വേദിക: ഞാൻ എന്ത് ചെയ്യണം സിദ്ധു? ഞാൻ എന്താ അയാളോട് പറയുക? സിദ്ധാർത്ഥ്: നീരവിനെ വിട്ട് കിട്ടണമെങ്കിൽ ഞാനും ശീതളും വീട് വിട്ടു പോകണമെന്ന തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുകയാണ് അയാള്. വേദിക: ഞാൻ എന്താ സിദ്ധു ചെയ്യേണ്ടത്? സിദ്ധാർത്ഥ്: നീയാണ് വേദിക തീരുമാനമെടുക്കേണ്ടത്. എന്ത് തീരുമാനമെടുത്താലും ഉടനെ തന്നെ അയാളെ അറിയിക്കണം. വേദിക: സിദ്ധു, എനിക്ക് നീരവിനെ വേണം, പക്ഷെ സിദ്ധു ശീതളും ഇവിടെ നിന്ന് പോവുകയും ചെയ്യരുത്. സിദ്ധാർത്ഥ്: അതിന് സമ്പത്ത് സമ്മതിക്കുമെന്ന് തോന്നുന്നില്ല വേദിക. അയാൾ എയിം ചെയ്തിരിക്കുന്നത് തന്നെ എന്നെയും ശീതളിനെയുമാണ്. വേദിക: അയാളുടെ ഉദ്ദേശം നമ്മളെ ജീവിക്കാൻ അനുവദിക്കരുതെന്നാ സിദ്ധു. അയാളിൽ നിന്ന് ഇങ്ങനെയുള്ള വ്യവസ്ഥകളല്ലാതെ മറ്റൊന്നും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. അയാൾക്ക് ഇതിന് നല്ല പണി കൊടുക്കണം. സിദ്ധാർത്ഥ്: ഒന്ന് ചിങ്ങല്ലേ വേദിക മറ്റൊന്നിന് വളമാകൂ. അയാൾ എന്നെ വിളിച്ചപ്പോൾ പറഞ്ഞത് എന്താണെന്നറിയോ? നമ്മുടെ തീരുമാനം അയാളെ പെട്ടെന്ന് അറിയിച്ചില്ലെങ്കിൽ അയാൾ നീരവിന് പാസ്പോർട്ട് എടുക്കുമെന്നാ. എന്തായാലും തീരുമാനം പെട്ടെന്ന് പറയണം. വേദിക: തീരുമാനം പെട്ടെന്ന് പറയുന്നില്ല, അയാൾ എന്ത് ചെയ്യുമെന്ന് നോക്കട്ടെ ആദ്യം എന്ന് പറഞ്ഞ് വേദിക അവിടെ നിന്നും പോകുന്നു. അടുത്ത ഭാഗത്തിൽ ശ്രീനിലയമാണ് കാണിക്കുന്നത്. സുമിത്ര ചെടികൾ നനച്ചുകൊണ്ടിരിക്കുമ്പോൾ മുറ്റത്തൊരു കാർ വന്ന് നിൽക്കുന്നു. കാറിൽ നിന്നും അഡ്വക്കേറ്റ് ഇറങ്ങുന്നു. സുമിത്ര അഡ്വക്കേറ്റിനായിട്ട്: സാറായിരുന്നോ? അഡ്വക്കേറ്റ്: അതെ, ഞാനൊരു കാര്യം അറിയിക്കാനായിട്ട് വന്നതാ. 15-ാം തീയതി നിങ്ങൾ കോടതിയിൽ വരണം. പിന്നെ കേസുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ എനിക്ക് സുമിത്രയോട് സംസാരിക്കാനുണ്ട്. സുമിത്ര: നമുക്ക് അകത്തിരുന്ന് സംസാരിക്കാം സർ. സുമിത്ര അഡ്വക്കേറ്റിനെ അകത്തേക്ക് കൊണ്ടുപോകുന്നു. ശേഷം കാണിക്കുന്ന ശ്രീനിലയത്തിലെ എല്ലാവരും ഹാളിലുണ്ട്. അഡ്വക്കേറ്റിനോടായിട്ട് മേനോൻ: ഞാൻ സാറിനെ ഒന്ന് കാണാനായിട്ട് ഇരിക്കുമായിരുന്നു. എൻ്റെ മോനും മരുമകളും എന്നെ അതിന് അനുവദിച്ചില്ല. സരസ്വതിയമ്മ: നിങ്ങൾ എന്തിനാ സാറിനെ കാണുന്നേ? അവർ പരസ്പരം വേർപിരിയാൻ തീരുമാനിച്ചവരാ. നിങ്ങൾ സാറിനെ പോയി കണ്ടിട്ട് അവർ പിരിയുക തന്നെ ചെയ്യും. പിരിയണമെന്ന് തീരുമാനിച്ചവർ പിരിയട്ടെ. അഡ്വക്കേറ്റ്: സാധാരണ മക്കൾ വിവാഹബന്ധം പിരിയാൻ പോകുമ്പോൾ അമ്മമാർ അവരെ ഉപദേശിക്കും. ഇവരെന്താ ഇങ്ങനെ? സരസ്വതിയമ്മ: സാറിന് കാര്യങ്ങളൊന്നും അറിയില്ല. സുമിത്രയുടെ സ്വഭാവം ശരിയല്ല. അത് കാരണമാണ് എൻ്റെ മകൻ ഇവളെ പിരിയാൻ തീരുമാനിച്ചത്. നേരത്തെ ഇവൾക്ക് ഇത്ര നെകളിപ്പില്ലായിരുന്നു. അവൻ അഡ്ജസ്റ്റ് ചെയ്തു പോകാമായിരുന്നു. അതുകൊണ്ടാ അന്നൊന്നും അവൻ അങ്ങനെ തോന്നാതിരുന്നത്. ഇവർക്ക് 3 കുട്ടികൾ ഉണ്ടായതും അതുകൊണ്ടാ. ഇപ്പോൾ ഇവളെ കാരണം അവന് സമാധാനം കിട്ടാതായി. അവൻ ഇവളെ പിരിയാൻ തീരുമാനിച്ചു. അവന് ശരിയെന്ന് തോന്നുന്നതോ അവൻ ചെയ്തു. അഡ്വക്കേറ്റ്: വേദികയാണോ നിങ്ങളുടെ ശരി? നിങ്ങളുടെ മകൻ ചെയ്ത തെറ്റ് ന്യായീകരിക്കാതെ അത് തിരുത്തി കൊടുക്കേണ്ട അമ്മയല്ലേ നിങ്ങൾ? ഇങ്ങനെയാണോ നിങ്ങൾ ചെയ്യേണ്ടത്? ഇതുപോലുള്ള അമ്മമാർ എല്ലാ വീടുകളിലും ഉണ്ടെങ്കിൽ ഞങ്ങളെപ്പോലുള്ള വക്കീലന്മാർക്ക് കഞ്ഞുടിച്ച് ജീവിക്കാം. ഈ വീട്ടിലുള്ളവരെല്ലാം മുൻകൈ എടുത്ത് അവരെ പിരിക്കാതിരിക്കാൻ ശ്രമിക്കുന്നതിന് പകരം നിസ്സഹാരായി നിൽക്കുകയാണോ വേണ്ടത്? അനന്യ: സാർ പറഞ്ഞതുപോലെ ആൻറ്റിയും അങ്കിളും തമ്മിൽ പിരിയാൻ തീരുമാനിച്ചപ്പോൾ ഞാനും കഴിവതും അവരെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചു നോക്കിയതാ. എന്നാൽ എനിക്കും അതുപോലെ നിസ്സഹായമാകാനേ സാധിച്ചുള്ളൂ. അനിരുദ്ധ്: അച്ഛനും അമ്മയും പരസ്പരം ഒന്നിച്ച് ജീവിക്കാൻ സാധിക്കില്ലെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാൻ സാധിക്കും? പിന്നെ അമ്മ കുറെ അഡ്ജസ്റ്റ് ചെയ്തിരുന്നെങ്കിൽ ഈ പ്രശ്നങ്ങൾ ഉണ്ടാകില്ലായിരുന്നു. അൺഫോർച്ചുനേറ്റ് എന്ന് പറഞ്ഞാൽ മതിയല്ലോ. അഡ്വക്കേറ്റ്: അൺഫോർച്ചുനേറ്റ് എന്ന് നിങ്ങൾ ആരെയാ പറഞ്ഞത്? അമ്മയാണോ? നീ ഒരു ഡോക്ടർ അല്ലേ? കുടുംബത്തിന് വേണ്ടി എപ്പോഴും കഷ്ടപ്പെട്ടിരുന്ന നിങ്ങളുടെ ഈ അമ്മയെയും അച്ഛനെയും ഒന്നിപ്പിക്കാൻ ഇവരുടെ മൂത്ത മകൻ എന്ന നിലയിൽ നീ എന്താ ചെയ്തേ? നീയല്ലേ ഇവരെ ഒന്നിപ്പിക്കാൻ മുൻകൈ എടുക്കേണ്ടിയിരുന്നത്? ഏത് നേരവും അമ്മയുടെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലോ. സരസ്വതിയമ്മ: സാറിന് സുമിത്രയെ അറിയാത്തോണ്ടാ. അഡ്വക്കേറ്റ്: നിങ്ങളുടെ അത്രയുമെന്ന് സുമിത്രയെ പരിചയമില്ലെങ്കിലും കോടതിയിൽ ഞാനും പല കാര്യങ്ങളും കണ്ടതാ.
ഇപ്പോൾ നിങ്ങളെക്കാളും സുമിത്രയെ എനിക്കറിയാം. സുമിത്ര, പഴയ കാര്യങ്ങളൊന്നും നമുക്ക് സംസാരിക്കേണ്ട സാർ. അഡ്വക്കേറ്റ്, 15-ാം തീയതി നിങ്ങളെ കോടതി വിളിപ്പിക്കും. അന്ന് പറഞ്ഞ കാര്യങ്ങൾ വീണ്ടും നിങ്ങൾ കോടതിയിൽ ആവർത്തിച്ചാൽ അന്ന് തന്നെ നിങ്ങൾക്ക് ഡിവോഴ്സ് കിട്ടും. ഞാൻ പറയുന്നത് സുമിത്ര, നിങ്ങൾ നിലപാടുകൾ കർശനമാക്കണമെന്നാ. സുമിത്ര, സാറിന് അറിയാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട് സാർ ഞങ്ങൾക്കിടയിൽ. അതൊന്നും കോടതിയിൽ ഞാൻ പറഞ്ഞിട്ടില്ല. അഡ്വക്കേറ്റ്, ഇപ്പോൾ ഞാനിവിടെ വന്നത് അഡ്വക്കേറ്റ് എന്ന നിലയിൽ മാത്രമല്ല, മീഡിയേറ്റർ എന്ന നിലയിലും കൂടിയാണ്. ഒന്ന് പുനർചിന്തനം ചെയ്തൂടെ നിങ്ങൾക്ക്? സുമിത്ര, ഇനി അതൊന്നും നടക്കില്ല സാർ. ഞാൻ ഇനി അദ്ദേഹത്തിൻ്റെ കാലിൽ പിടിച്ച് കരഞ്ഞപേക്ഷിച്ചാലും അദ്ദേഹം എന്നെ ചവിട്ടി മാറ്റി പോകും. ഇനി എത്ര യാചിച്ചാലും അദ്ദേഹം എന്നെ ഉപേക്ഷിക്കുമെന്നത് എനിക്ക് നന്നായി അറിയാം സർ. 25 വർഷം കൂടെ ജീവിച്ച് എനിക്ക് പിടിച്ചു നിർത്താൻ പറ്റാത്ത ആ മനുഷ്യനെ മറ്റാർക്കും പിടിച്ചു നിർത്താൻ കഴിയില്ല. അഡ്വക്കേറ്റ്, എനിക്ക് വേണമെങ്കിൽ നിങ്ങളുടെ രണ്ടുപേരുടെയും കയ്യിൽ നിന്നും ഫീസ് വാങ്ങി ഡിവോഴ്സ് വാങ്ങി തരാമായിരുന്നു. പക്ഷെ മനുഷ്യത്വം എന്നത് എന്നെ അതിന് അനുവദിച്ചില്ല. എന്തായാലും ഒന്നിച്ച് ജീവിക്കാൻ കഴിയില്ലെങ്കിൽ 15-ാം തീയതിയിൽ കോടതിയിൽ കാണാം. അവിടെ സുമിത്ര എന്തു പറയുന്നു അതിനനുസരിച്ചായിരിക്കും കാര്യങ്ങൾ. അപ്പോൾ ഞാൻ ഇറങ്ങുന്നു. മേനോൻ, സർ ഒരു നിമിഷം നിൽക്കണം. സിദ്ധാർത്ഥിൻ്റെ അച്ഛൻ എന്ന നിലയിൽ ഞാൻ കോടതിയിൽ പോയി പറഞ്ഞാൽ മതിയോ സർ? എൻ്റെ മോനെയും മരുമകളെയും പിരിക്കരുതെന്ന് ഞാൻ പോയി കരഞ്ഞു പറഞ്ഞിട്ട് കാര്യമുണ്ടോ സർ? സർ, എൻ്റെ കാലം കഴിയും വരെയെങ്കിലും എൻ്റെ മോനെയും മരുമകളെയും പിരിക്കരുതെന്ന എൻ്റെ ആഗ്രഹം. ശിവദാസ മേനോൻ ഇങ്ങനെ പറഞ്ഞ് പൊട്ടിക്കരയുന്നു. അഡ്വക്കേറ്റ്, സാറിൻ്റെ ദുഃഖം എനിക്ക് മനസ്സിലായി. പക്ഷെ നമുക്കെന്ത് ചെയ്യാൻ സാധിക്കും എന്ന് പറഞ്ഞ് അദ്ദേഹം മേനോനെ ആശ്വസിപ്പിക്കുന്നു. അടുത്ത ഭാഗം സിദ്ധാർത്ഥിൻ്റെ ഓഫീസാണ് കാണിക്കുന്നത്. വേദിക, വക്കീലെ വിളിച്ചിരുന്നു. 15-ാം തീയതി കോടതിയിൽ പോകണം. സിദ്ധാർത്ഥ, അതെന്താ പ്രത്യേകിച്ച്? വേദിക, അന്ന് ഡിവോഴ്സ് കിട്ടും. ഒരു ഫോർമാലിറ്റിക്ക് വേണ്ടി പോന്നേ ഉള്ളൂ. 15-ാം തീയതി കഴിഞ്ഞാൽ സിദ്ധുവും സുമിത്രയും തമ്മിൽ ഒരു ബന്ധവും ഇല്ലാതാകും. അത് കഴിഞ്ഞ് എനിക്ക് അവളെ ഒന്ന് കാണണം. ചില കണക്കുകൾ തീർക്കാനുണ്ട്. സിദ്ധാർത്ഥ്, അതെന്തിനാ വേദിക? 15-ാം തീയതി കഴിഞ്ഞ് നീ സുമിത്രയെ കാണുന്നേ? 15-ാം തീയതി കഴിഞ്ഞാൽ ഞാനും സുമിത്രയും തമ്മിൽ ഒരു ബന്ധവുമില്ലല്ലോ. പിന്നെ നമുക്ക് ജീവിക്കാൻ അവളൊരു തടസ്സമേ ആവില്ല. വേദിക, എനിക്ക് അതിന് ശേഷമാണ് അവളെ കാണേണ്ടത്. അവൾ എന്നെ കുറേ അപമാനിച്ചിട്ടുണ്ട്. നിങ്ങളുടെ ഭാര്യ എന്ന ലേബലിൽ അവൾ പ്രവർത്തിച്ച പല അവഹേളനങ്ങളും സഹിച്ചത് ഞാനാണ്. അന്ന് അവൾ നിങ്ങളുടെ ഭാര്യയായിരുന്നത് കൊണ്ട് ഞാൻ സഹിച്ചു. എന്നാൽ 15-ാം തീയതി അത് തീരുമല്ലോ. 15-ാം തീയതി കഴിഞ്ഞിട്ടെ. അന്ന് അവൾ ചെയ്ത ഓരോ കാര്യത്തിനും എണ്ണി എണ്ണി ഞാൻ കണക്ക് തീർക്കും. സിദ്ധാർത്ഥ്, 15-ാം തീയതി അവൾ കോടതിയിൽ ബന്ധം പിരിയാൻ താല്പര്യമാണെന്ന് പറഞ്ഞാലല്ലേ ഡിവോഴ്സ് കിട്ടൂ വേദിക? വേദിക, നിങ്ങൾ പറയുന്നത് അവൾ കോടതിയിൽ ഡിവോഴ്സ് ചെയ്യാൻ താല്പര്യമില്ലെന്ന് പറയുമെന്നാണോ? സിദ്ധാർത്ഥ്, ഹേയ്, അങ്ങനൊന്നും അവൾ ഒരിക്കലും ചെയ്യില്ല. അവൾ എനിക്ക് വാക്ക് തന്നതാ. ആ വാക്ക് അവൾ ഒരിക്കലും തെറ്റിക്കില്ല. ഇതേ സമയം ഓഫീസ് ഫോണിൽ കോൾ വരുന്നു. സിദ്ധാർത്ഥ് ഫോൺ അറ്റൻഡ് ചെയ്യുന്നു. സമ്പത്തായിരുന്നു വിളിച്ചതെന്നും അദ്ദേഹം ഓഫീസിൽ ഉണ്ട് എന്നും സിദ്ധാർത്ഥ് വേദികയോടായി പറയുന്നു. വേദിക, സമ്പത്ത് എന്തിനാ ഇവിടെ വന്നത്? സിദ്ധാർത്ഥ്, വന്നത് എന്തായാലും നമുക്ക് വിഷമമുണ്ടാകുന്ന എന്തെങ്കിലും കാര്യത്തിനായിരിക്കുമെന്ന് ഊഹിക്കാമല്ലോ. രണ്ടുപേരും സമ്പത്തിനെ കാണാനെത്തുന്നു. സിദ്ധാർത്ഥ്, സമ്പത്ത് മുൻകൂട്ടി പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ അങ്ങോട്ട് വരുമായിരുന്നല്ലോ. സമ്പത്ത്, ഞാൻ ചില കാര്യങ്ങൾ തീരുമാനമെടുക്കാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു. തീരുമാനങ്ങൾക്ക് മറുപടി കിട്ടിയില്ല. അതാ നേരിട്ട് വന്നത്. സ്വന്തം മക്കളെ മറന്ന് മറ്റു സുഖം തേടി പോകുന്നവർ മക്കളെ കൊല്ലാനും മടിക്കില്ലല്ലോ. വേദിക, എൻ്റെ മോനെ കൊണ്ടുപോയിട്ട് എന്നെ കുത്തിനോവിക്കാനാണോ ഇപ്പോൾ നിങ്ങൾ വന്നത്? സമ്പത്ത്, മറ്റുള്ളവരുടെ നെഞ്ചിൽ കുത്തിനോവിക്കുന്ന നിനക്ക് കുത്തുവാക്കിൽ പേടിയുണ്ടല്ലേ അപ്പോ? വേദിക, എന്നെ എന്തും പറയാമെന്നായോ നിങ്ങൾക്ക്? കൂടുതൽ പറഞ്ഞാലുണ്ടല്ലോ വിവരം അറിയും. സമ്പത്തിൻ്റെ ചീ നിർത്തടി എന്ന വേദികയോടുള്ള ഷൗട്ടിംഗ് കാണിച്ചുകൊണ്ട് എപ്പിസോഡ് അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.